MS വേണുഗോപാൽ, എപ്സ്റ്റൈൻസ് ഫയൽ കേസ് നേരിടുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതുമാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതിൽ അവസാനിപ്പിച്ചതിലൊക്കെ താനാണെന്നൊക്കെ പറഞ്ഞ് ഒരു എട്ടുകാലി മമ്മുഞ്ഞ പ്രതിച്ഛായൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിലേക്ക് കടക്കാൻ പല കടമ്പയുമുണ്ട്. അതിൽ അലാസ്ക ഉച്ചകോടി അതീവ നിർണായകമാകുന്നു. അപ്പോൾ ട്രംപ് ഉറ്റുനോക്കുന്നു ഈ ഉച്ചകോടി എന്ന് പറഞ്ഞുകൊണ്ട് വേണമോ റഷ്യയും യുക്രൈനും പിന്നീട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും വരാൻ? തീർച്ചയായിട്ടും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ എനിക്ക് പണം കിട്ടണം, എനിക്ക് പ്രശസ്തി കിട്ടണം, എനിക്ക് സ്ഥാനം കിട്ടണം. ഇപ്പോൾ രണ്ടാമത് പ്രസിഡൻ്റ് ആകാത്തപ്പോൾ തന്നെ അദ്ദേഹം ആകെ പതറിപ്പോയി. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പ്രസിഡൻ്റായിട്ടിരിക്കാൻ ഒബാമയ്ക്ക് കഴിഞ്ഞു, എനിക്ക് മുൻപുള്ള പലർക്കും കഴിഞ്ഞു, എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തിരിച്ച് പിടിക്കുമോ എന്നുള്ള വെപ്രാളമായിരുന്നു അദ്ദേഹം ഈ നാളുകളിലെല്ലാം കാണിച്ചത്. തിരിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മോഹം മാറി. ഒബാമയെ പോലെ എനിക്ക് നോബൽ പ്രൈസ് കിട്ടണം, ഒബാമയെ പോലെ എനിക്ക് വളരെ ആരാധ്യ പുരുഷനായിട്ട്, അതായത് US-നെ രക്ഷിക്കുന്ന ഒരു പുരുഷനായിട്ട് എനിക്ക് മാറണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലെ അദ്ദേഹത്തിൻ്റെ ഓരോ ഡീലും സംസാരവും നടത്തുന്നത്. ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മോശമായ ലോകത്തെ ഒരു നയതന്ത്ര ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഒരു ലോക റൗഡിയുടെ ശൈലിയിലാണ് അദ്ദേഹം നയതന്ത്ര ബന്ധങ്ങളെ പോലും കാണുന്നത്. റഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറയുകയാണ് 2 മിനിറ്റിനകം ഞാൻ ഈ സംഭാഷണത്തിൻ്റെ അന്തസത്ത പിടിച്ചു കളയും, അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. അതുപോലെ തന്നെ ഈ രണ്ടാമതൊരു ചർച്ച വേണോ എന്നുള്ളത് പോലും ഞാൻ ഈ സംസാരത്തിലൂടെ ഞാൻ നിശ്ചയിക്കും. ഇത് നേരെ പോയാൽ മാത്രമേ രണ്ടാമതൊരു ചർച്ചയുള്ളൂ. ഈ വിധത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച, പ്രത്യേകിച്ച് പുടിനെ പോലുള്ള ആൾ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പുടിൻ. പുടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ സൈലൻ്റാണ്, റിസർവ്ഡ് ആണ്. അദ്ദേഹം തൻ്റെ പവർ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ പവർ, രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ആളാണ് പുടിൻ. അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ ഒന്നിച്ചു കൂടുമ്പോൾ ഒരാൾ വിടുവായത്തം പറയുന്നു, ഒരാൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം KGBയുടെ തലവനായിരുന്ന കാലം മുതൽ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എങ്ങനെയാണ്? സ്വന്തം ശരീരം, ആരോഗ്യമൊക്കെ വളരെ കാര്യമായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ മനസ്സ് വളരെ ഏകാഗ്രമാക്കി നിർത്തുക, ഇതിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഇഷ്യൂസിൽ പോലും അദ്ദേഹം ഒരു പോയിന്റ് കണ്ടെത്തി അതിൽ പിടിച്ചു നിൽക്കുക. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം റഷ്യയുടെ പ്രസിഡൻ്റായിട്ട് വരെ ഉയർന്നത്. ഇപ്പോഴും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നു. തകർന്നു പോകുമെന്ന് വിചാരിച്ചപ്പോൾ പോലും തകരാതെ അദ്ദേഹം പിടിച്ചു നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇന്നും അദ്ദേഹം ഈ ട്രംപ് നടത്തിയ വെല്ലുവിളി പോലൊരു വെല്ലുവിളി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന ഒന്നും തന്നെ അലാസ്കയിൽ നടക്കാൻ പോണില്ല, സമ്മതിക്കില്ല എന്ന് അദ്ദേഹം ഭംഗിയം തന്നെ പറഞ്ഞു. അതായത് ട്രംപിൻ്റെ ഈ മൂച്ചും വെല്ലുവിളിയും എല്ലാം തകർക്കുന്ന വിധത്തിൽ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾ, അതായത് രാഷ്ട്രത്തിൻ്റെ താല്പര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിടിച്ചെടുത്ത ഉക്രൈൻ്റെ ആ കിഴക്കൻ ഭാഗങ്ങൾ ഒന്നും തന്നെ തൊടാൻ സമ്മതിക്കുന്ന ലക്ഷണമില്ല എന്നാണ്. അല്ലെങ്കിൽ വേണ്ടാത്ത കുറച്ച് ഭാഗങ്ങൾ, മർമ്മപ്രധാനമായ കേന്ദ്രങ്ങൾ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞങ്ങൾ പിടിച്ചു വയ്ക്കുന്നു തന്നെയാണ് പറയുന്നത്. ഇത് ട്രംപിനൊരു വെല്ലുവിളിയാണ്. ഒരുപക്ഷേ ഇത് ട്രംപും പുടിനും തമ്മിലെന്ന് പറയുന്ന ഡിസ്കഷനിലാണേലും ബാക്ക് ഓഫീസ് രണ്ട് സൈഡിലും ഉണ്ട്. അവരുടെ ഒരു ഡീലും കൂടെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ മുന്നോട്ട് പോക്ക്. ഉക്രൈൻ, അതുപോലെ തന്നെ ക്രെംലിൻ്റെ ടീം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു ടീമുണ്ട്. അവർ രണ്ടുപേരും ഇപ്പം തന്നെ ചർച്ചകൾ ഒക്കെ പലതും നടത്തി കഴിഞ്ഞു. ഇനി നാളത്തേത് ഒരു ഷോ ഓഫ് തന്നെ ആയിരിക്കും. അതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ആ ഉറ്റുനോക്കുന്നതിൽ നമുക്ക് ആ ഘട്ടത്തിലേക്ക് കൂടെ വരാം. ഞാൻ ഡൊണാൾഡ് ട്രംപിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ചൈന റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ വാങ്ങുന്നുണ്ട്. പക്ഷേ ഈ വ്യാപാരം 90 ദിവസത്തേക്ക് കൂടി നീട്ടിവെച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യയോട് പറയുന്നത് പോലെ മുഖം കറുപ്പിച്ച് അത്രയും പറയാൻ ട്രംപിന് കഴിയാത്തത് കൊണ്ട്. NDA സർക്കാരിൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് നാളെ ഈ ചർച്ചയെല്ലാം കഴിയുമ്പോൾ ഈ പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യയുടെ ചെവിക്ക് കിഴക്കുമോ തലക്കടിക്കുമോ എന്നൊക്കെ ഉറ്റുനോക്കുന്നുണ്ട് ഇന്ത്യൻ വിപണി അടക്കം. ട്രംപ് ഇന്ത്യയെ ഈ രീതിയിൽ കുറ്റപ്പെടുത്തുകയും ഇന്ത്യക്കെതിരെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ഒരു ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഏത് തരത്തിൽ കൂടിയാണ് കാണുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗം? ഇല്ല, ഇന്ത്യയെ സംബന്ധിച്ചോളം കാര്യം ട്രംപ് ഈ എട്ടുകാലി മൂഞ്ഞ് കളിച്ചതും ഈ വ്യാപാര താരിഫ് കാണിച്ച് പേടിപ്പിച്ചതും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രംപ് ഇന്ത്യയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്.
ചൈനയുടെ അതേ ലെവലിൽ തന്നെ, അതായത് 140 കോടി ജനങ്ങളുള്ള വലിയ ഒരു വിപണി എന്നുള്ളതിനപ്പുറം ഇന്ത്യയെ ശരിയായ രീതിയിൽ ട്രംപ് മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ കാരണം വേറെ ഒന്നുണ്ട്. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിലുള്ള പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളുണ്ട്? വളരെ കുറച്ചു കാലമല്ലേ ഉള്ളൂ. അങ്ങനൊരു അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു, പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് പ്രസിഡന്റായി. അതിൻ്റെതായ എല്ലാ ആ പോരായ്മകളും അദ്ദേഹം കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ എക്സ്പോർട്ട് അല്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ആണ്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടം എന്ന് പറയുന്നത് ഈ അമേരിക്കയിലെയും യൂറോപ്പിലെയൊക്കെ ആകെ ജനസംഖ്യയേക്കാൾ വലുതാണ്. ഈ മിഡിൽ ക്ലാസ് ആണ് ഇന്ത്യയുടെ എക്കണോമിക്സിന്റെ, ഫിനാൻസിന്റെ ചാലക ശക്തി എന്ന് പറയുന്നത്. അവരുടെ പർച്ചേസിംഗ് പവറും ആണ്. അവരാണ് സത്യത്തിൽ നമ്മുടെ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒരു വലിയ മിഡിൽ ക്ലാസ് ഒരു വലിയ ശക്തിയായി ഇന്ത്യയിൽ ഉള്ളപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഈ താരിഫിൽ വെച്ചിട്ടുള്ള ഈ ഉമ്മാക്കികളി പേടിയൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളെ സ്പർശിക്കില്ല. കുറച്ചൊക്കെ ബുദ്ധിമുട്ട്. കാര്യം ഈ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിനെ അടിസ്ഥാനമാക്കി നിൽക്കുന്ന കുറെ വ്യവസായങ്ങൾ ഇവിടെ ഉണ്ട്. ടെക്സ്റ്റൈൽസ് പോലുള്ളവയ്ക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് നാളത്തേക്കുണ്ടാവും. പക്ഷെ വലിയൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ആ മാർക്കറ്റ് ഇവിടെ ഉള്ളിടത്തോളം കാലം, ഇങ്ങനെ ഒരു ശക്തി ഉള്ളിടത്തോളം കാലം ഇന്ത്യയെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതിന് മാത്രമല്ല, ഈ താരിഫിന്റെ ഇത് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ അമേരിക്കക്കാർ തന്നെയാണ്. ഈ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് അവിടെ കച്ചവടം നടത്തി ബിസിനസ് നടത്തി ജീവിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി അമേരിക്കയിലുണ്ട്. അതേപോലെയുള്ള അമേരിക്കയിലെ ഇന്ത്യൻസ് ഉണ്ട്. ഇവർക്കൊക്കെയാണ് അതുകൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒടുവിൽ അവർ സ്വാഭാവികമായിട്ട് അസ്വസ്ഥരാകും. ഈ ട്രംപിനെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വലിയ നിർണായകമായ പങ്ക് അമേരിക്കയിലെ ഇന്ത്യൻ വോട്ടേഴ്സിനുണ്ട്, ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കുണ്ട്. ഇവരെല്ലാവരും ഇങ്ങോട്ടെതിരെ തിരിയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു സാമ്പത്തിക വ്യാകരണം ട്രംപ് മനസ്സിലാക്കാതെയാണ് ഇപ്പൊ ഈ താരിഫ് കൊണ്ട് ഇന്ത്യ അങ്ങോട്ട് ഒരടി അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇവിടെ തലയും കുത്തി വീഴും എന്ന് അദ്ദേഹം ധരിച്ചത്. അത് പണ്ട് കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഈ അടുത്ത കാലത്തല്ലേ നമുക്ക് ബോധ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഈ 140 കോടി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു വലിയ ലയബിലിറ്റി ബാധ്യത എന്ന് കരുതിയിരുന്നത് എന്താണ്? ഇവിടുത്തെ വലിയ ജനസംഖ്യയാണ്. വളരെ ഭീമമായ ഈ ജനസംഖ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ബാധ്യത എന്ന് കരുതിയിടത്ത് നിന്ന് ഈ ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയല്ല, നമ്മുടെ സമ്പത്താണ്, നമ്മുടെ അസറ്റാണ് എന്ന ഒരു പാരഡിം, ആ കാഴ്ചപ്പാടിനുള്ള ഒരു പാരഡിം ഷിഫ്റ്റ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതൽ നമ്മുടെ ഇവിടെ മിഡിൽ ക്ലാസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. മാത്രവുമല്ല, നമ്മുടെ ജനസംഖ്യയുടെ ഒരു 60% യങ് ജനറേഷനാണ്, യങ് ആണ്, ബിലോ 45 ഏജ് ആണ്. ഇതൊക്കെ ഇന്ത്യയുടെ മുമ്പിലുള്ള വൻ സാധ്യതകളാണ്, ഇന്ത്യയുടെ മുമ്പിലുള്ള വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെയാണ് അതൊക്കെ കാണിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള കളിയാണ് ട്രംപ് കളിച്ചത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ, നരേന്ദ്രമോദി ഈ നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി കൊണ്ട് തന്നെയുള്ള ആ ഒരു നിലപാടാണ് എടുത്തത്. അതുകൊണ്ടാണ് ഈ ട്രംപിന്റെ ഈ ഭീഷണിക്ക് മുമ്പിൽ പോയി പണി നോക്ക് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. ലോക രാഷ്ട്രീയത്തിൽ, ജിയോ പൊളിറ്റിക്സിലൊക്കെ വളരെ വലിയ സ്വാധീനമുള്ള, പ്രാധാന്യമുള്ള രാജ്യമാണ്. ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ആധുനിക ജനാധിപത്യമാണ്. വലിയ മിലിറ്ററി സ്ട്രെങ്ത് ആണ്, എക്കണോമിക് പവറാണ്. അവർക്ക് അതിൻ്റെ അകത്തൊരു വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യവുമായിട്ടുള്ള ബന്ധം, നമുക്ക് നല്ല ബന്ധം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനവുമാണ്. അത് ഈ കറക്റ്റായിട്ടൊരു ബാലൻസിൽ നമ്മുടെ താല്പര്യങ്ങൾ 100% സംരക്ഷിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ഈ ട്രംപിനെ പോലെയുള്ള ഒരു വിടുവായനെ നിലയ്ക്ക് നിർത്താനും കഴിയും എന്നുള്ള ആ നയതന്ത്ര മെയ്വഴക്കവും ആ വൈഭവവുമാണ് ഇന്ത്യ അടുത്ത കാലത്ത് കാണിച്ചിട്ടുള്ളത്. വളരെ അനാവശ്യമായി ഒരു വാക്ക് പോലും പറയാതെ, ഒരു വാക്കും മിണ്ടിയിട്ടില്ല.
വളരെ സൂക്ഷിച്ച് ഓരോ വാക്കുകളും അളന്നു മുറിച്ചു മാത്രമുള്ള പ്രതികരണങ്ങളിൽ കൂടെ ശരിക്ക് ഈ ലോകരാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നമ്മുടെ ആ ഒരു പ്രതിച്ഛായ ഇങ്ങനെ മേൽക്കുമേൽ വളരുകയാണ് ചെയ്യുന്നത്. ഒരു വാക്ക് ഈ ട്രംപ് കടന്ന് ഈ ഒച്ചമൊളി ഉണ്ടാക്കുന്ന പോലെ എന്തെങ്കിലും പറയുന്നു. പക്ഷെ എന്നാൽ കാര്യങ്ങൾ നല്ല വൃത്തിക്കും വെടുപ്പിനും നടക്കുന്നുമുണ്ട്. പിന്നെ ഇപ്പൊ നടക്കാൻ പോകുന്ന ആ സംഭാഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ ഒരു പ്രതീക്ഷ ഞാൻ പറയാം, മിക്കവാറും ഈ ഉക്രൈൻ വിഷയം, ഈ യുദ്ധം ഈ സംഭാഷണത്തോടുകൂടി തീരും. കാര്യം പറഞ്ഞാൽ എങ്ങനെയും ഇത് എന്ത് വില കൊടുത്തും ഇത് തീർക്കുക എന്നുള്ളത് റഷ്യയുടെ ആവശ്യമല്ല, അത് ഉക്രൈന്റെയും ഈ അമേരിക്കയുടെയും ട്രംപിന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് ഈ റഷ്യയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് തന്നെ, പൂർണ്ണമായും വഴങ്ങിക്കൊണ്ട് തന്നെ, എന്നാൽ ഞാൻ യുദ്ധം നിർത്തി, ഞാനാണ് ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നത് എന്ന ആ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് ഈ വളരെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് അഭ്യാസത്തിൽ കൂടെ ഈ യുദ്ധം അവസാനിക്കും. റഷ്യയുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടും. അതാണ് ശരി. ഞാൻ തീർച്ചയായിട്ടും തിരികെ എത്താം ശ്രീ ഷാബു പ്രസാദ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന നിലപാടെടുത്താലും ഈ ട്രംപ് കോമാളിവർഷം കാണിച്ചാലും തീരുമാനമെടുക്കുന്നത് അമേരിക്ക എന്ന രാജ്യമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ റഷ്യയുടെ നിലപാട് ഏത് തരത്തിലാകും എന്നുള്ളത് ചോദിക്കുമ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ്, അലാസ്കയിൽ വെച്ച് നടക്കുന്ന ഉച്ചകോടി സെലൻസ്കി പങ്കെടുക്കുന്നില്ല, യൂറോപ്യൻ യൂണിയനിലെ മറ്റ് പ്രതിനിധികളൊന്നും പങ്കെടുക്കത്തില്ല. അപ്പോൾ റഷ്യയും അമേരിക്കയും ചേർന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും. ഇത് ഞങ്ങൾ